ഭാര്യ ഭർത്താക്കന്മാരാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഇല്ലാത്തവരുണ്ടായിരിക്കില്ല. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളത് പ്രശ്നങ്ങൾ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കില്ല, എങ്ങനെയെങ്കിലും അതിന് സൊല്യൂഷൻ കിട്ടട്ടെ എന്ന് വിചാരിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഇത് പ്രശ്നം തീർന്നു കിട്ടണം, അവരുടെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലല്ലോ. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ ഔട്ട് ഓഫ് കൺട്രോൾ പോവും, തീരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിരിയുക എന്നുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടെത്തും അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ അനുഭവിക്കുന്ന കുട്ടികളാണ്. റീസെൻ്റായിട്ട് നിങ്ങളൊരു വിഷയം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഈ മല്ലു ഫാമിലിയിൽ പെട്ടിട്ടുള്ള സുജിനും അവൻ്റെ ഭാര്യയും തമ്മിൽ പിരിഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രോബ്ലമാണ്, ഞങ്ങൾ തമ്മിൽ കുടുംബക്കാരൊന്നും വലിച്ചഴക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ പിരിയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും അതിനെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളും ഞാനും നമ്മളൊക്കെ കണ്ടു, ഞാനൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇനി ബിസിനസ് ചെയ്യാൻ അറിഞ്ഞാലോ, നമ്മളിപ്പോൾ ഉയർച്ചയിലെത്താൻ അറിഞ്ഞാലോ, എന്ത് തന്നെ അറിഞ്ഞാലും നമ്മൾ അത്രയും സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ നടിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? സോൾവ് ആകാൻ നോക്കണം. പക്ഷെ നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് ആ വിഷയം അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അത് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് കണക്കിലെടുത്തിട്ട് ഇത് ആരോടൊക്കെ ഞാൻ പറയണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. ഭാര്യയാണെങ്കിലും നമ്മളിപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിലുള്ള പറയുകയാണ്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ചിന്തിക്കേണ്ടത് ഇത് ഞാൻ ആരോടൊക്കെ പറയണം, എൻ്റെ പ്രശ്നങ്ങൾ ആരെയൊക്കെ അറിയിക്കണം എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇതൊരു സാധാരണക്കാരൻ്റെ സിറ്റുവേഷനാണ് പറയുന്നത് കേട്ടോ, ഈ സോഷ്യൽ മീഡിയ സ്റ്റാറുകളുടെ അല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ അല്ല, നമ്മളുടെ ഒരു സാധാ ആൾക്കാരുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും നമ്മളൊന്നും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തുകൊണ്ടൊന്നും വിളമ്പാറില്ല ആൾക്കാരുടെ മുന്നിൽ. അതായത് മറ്റുള്ളവന് അഭിപ്രായം പറയാനും കൊത്തിപ്പറിക്കാനും വറുക്കാനും റോസ്റ്റിംഗ് അല്ലേ ട്രോളാനും ഉള്ളൊരു വകുപ്പ് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ല. അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്, അതിൻ്റെ പേരിൽ അവർ ഒരുപാട് പുലിവാളുകൾ പിടിച്ചിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ആ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അവർ ഡിഫൈൻ ചെയ്യുന്ന ആ സക്സസ്സിന് പുറകിൽ ഒരുപാട് നാണം കെട്ട രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് മല്ലു ഫാമിലിയുടെ ഇഷ്യൂ, രണ്ടുപേരും കൂടി പിരിയുന്നൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം വന്ന് കുറച്ച് മുന്നേ സുജിൻ്റെ ഭാര്യയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു. അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. അവരുടെ സിസ്റ്ററിൻ്റെ കൂടെ വന്നുള്ളൊരു ഫോട്ടോ, സിസ്റ്റർ എന്താ വ്ളോഗിൽ സർപ്രൈസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി കേൾക്കുന്നു. അവർ തമ്മിൽ പ്രശ്നം പരിഹരിച്ച് കോംപ്രമൈസ് ആക്കി നിന്നു. വെരി ഗുഡ്, വെൽ ആൻഡ് ഗുഡ്, അറ്റ്ലീസ്റ്റ് ഫോർ യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും. അപ്പോൾ ഞാൻ പറയുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ എന്നോട് തിരിച്ചു ചോദിച്ചെന്ന് വരും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സഹിച്ച് ജീവിക്കണമെന്നൊക്കെ ചോദിക്കാനുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ജനിപ്പിച്ചിട്ടുള്ള നമ്മളുടെ കുട്ടികളോട് നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ഫ്യൂച്ചർ പഠനം അതൊന്നും അല്ലാത്ത രീതിയിൽ മാന്യമായിട്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കാനും മറ്റുള്ള കുട്ടികളൊക്കെ ഉള്ള പോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെയും ജീവിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. ആ അവകാശം നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ വെരി ഗുഡ് എന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു സംഗതിക്ക് എത്തുകയാണ്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കഴിയുന്നതും ഏതൊരു മനുഷ്യനാണെങ്കിലും അവനവൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് വിളമ്പിക്കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ഏതോ ലോകത്തിരിക്കുന്ന എന്നെപ്പോലുള്ള പല ആൾക്കാരും ഇതിൽ വന്ന അഭിപ്രായം പറയും. ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും, ഈ ഇടുന്ന വ്യക്തികളൊക്കെ കേൾക്കേണ്ടി വരും, കമൻസിലൂടെ കേൾക്കേണ്ടി വരും, റിയാക്ഷൻ വീഡിയോയിലൊക്കെ കേൾക്കേണ്ടി വരും, പല സിറ്റുവേഷൻ ട്രോളുകൾ ഉണ്ടായിരിക്കും, പല അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകും. ഇത് പലപ്പോഴും പലരും ചെയ്തിട്ട് മാതൃകയായതാണ് സോഷ്യൽ മീഡിയയിൽ. ഇത് പുതിയ കാര്യമല്ല. കുടുംബ പ്രശ്നം കൊടുത്ത് ചർച്ച ചെയ്ത ആദ്യത്തെ വ്യക്തികളല്ല മല്ലു ഫാമിലി സുജിനും. ഇതിന് മുന്നേയും ഒരു നാണവും മാനവും ഇല്ലാതെ സ്വന്തം മക്കളുടെ ഒളിച്ചോട്ട വിവരങ്ങൾ വരെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ പറ്റിയിട്ടുള്ള കുറ്റം പറഞ്ഞിട്ടും ഭർത്താവ് ഭാര്യനെയും അത്രയധികം മോശമാക്കി പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മല്ലു ഫാമിലി അല്ലല്ലോ ആദ്യത്തെ വ്യക്തികളുള്ളത്. അപ്പോൾ ഇവരൊക്കെ കണ്ടുവരുന്ന ആൾക്കാർ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്വകാര്യമായിട്ട് വെക്കേണ്ട സാധനങ്ങൾ സ്വകാര്യമായിട്ട് തന്നെ വെക്കണം. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, റിയൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പല ആൾക്കാരും ഇത് പറയും നാടകമാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ പറയാനുള്ള ഇടം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവർ തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ആ പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളത് നല്ലൊരു കാര്യം. ഞാനൊരു പോസ്റ്റ് ഇവിടെ വായിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്ത്
ഇത് ആദ്യം തന്നെ പറഞ്ഞ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഈ പറഞ്ഞ സാധനം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഒറ്റ സാധനമുണ്ട്. വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. തെറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് തുടങ്ങിയത്. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ പലർക്കും ഡെഫിനറ്റ്ലി യെസ് ഉണ്ടാക്കിയിരുന്നു. അവരുടെ ഫാൻസിനൊക്കെ ഭയങ്കര ആശങ്കയായിരുന്നു, ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം അവരെ ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സ്വന്തം കുടുംബത്തിലെ ആൾ എന്നുള്ള രീതിയിൽ കണ്ടു നടക്കുന്ന ഒരുപാട് പേര് ഇന്നും നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല, എന്തായാലും തീർന്നു. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് അതും വെറും കോണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണ് എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 99% ആൾക്കാർ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. കാരണം അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇതുകൊണ്ടൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു നാടകം പോലെ തീരുമാനിച്ചു, ഇവരുടെ കേസല്ല വേണ്ടത്, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു നാടകം പോലെ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൊക്കെ വീഡിയോകളിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ താഴേക്ക് പോകുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാരുടെയും നിങ്ങൾ റീച്ച് കുറഞ്ഞതല്ല പറയണത്, പല ടൈപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇതുപോലെ ഗോസിപ്സ് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം. അതുപോലെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിങ്ങളുടെ മാർക്കറ്റ് കുറഞ്ഞ സമയത്ത് അവരുടെ ഇടയിലേക്കും കൂടി പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച നാടകമാണ് ഇതെന്ന് പല ആൾക്കാരും സംശയിച്ചാൽ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? അവരെന്നെ അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചർച്ച ചെയ്തു. ഇത് എന്തറിയോ, ഈ റീച്ച് എന്ന സാധനത്തിന് പല പല ഡയമെൻഷൻസ് ഉണ്ട്. അതായത് വെറും ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ഫാമിലി വ്ളോഗ് ഇടുന്നു, ഇവരുടെ കാര്യമില്ല പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞതാണ്. ഫാമിലി വ്ളോഗ് ഇടുന്നു, അങ്ങനത്തെ ഓഡിയൻസിലേക്ക് എത്താൻ മാത്രമല്ല പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് സോഷ്യൽ മീഡിയയിലുണ്ട്. അതായത് ഇപ്പോൾ ഗോസിപ്സ് ഇഷ്ടപ്പെടുന്നവരുന്നുണ്ട്, പ്രശ്നങ്ങൾ, അതായത് നെഗറ്റീവ് കോണ്ടന്റുകൾക്ക് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരിലേക്കൊക്കെ ഇത് സംഗതി എത്തുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ആൾക്കാരെയും കൂടി ഇതിലേക്ക് ഒരു പ്രാവശ്യം ഇത് കണ്ട് പുറകെ കൂടി കഴിഞ്ഞാൽ അവരിലേക്ക് ഇതൊക്കെ സജഷൻസ് ആയിട്ട് വരും. ഇത് വേറെ രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നീക്ക് തന്നെ ഉണ്ട്. ഇവർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിന് സ്വാഭാവികമായിട്ടും ആൾക്കാരിൽ സംശയമുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. അന്നത്തെ മാനസികാവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണത്. വ്യക്തിപരമായ തീരുമാനമാണെങ്കിൽ അത് വ്യക്തിപരമായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു മിനിറ്റ്. വ്യക്തിപരമായ കാരണങ്ങളാൽ ആണെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ പറഞ്ഞത്, എന്നെപ്പോലുള്ള വ്യക്തികളടക്കം വന്നിരുന്നിട്ട് പല രീതിയിലും ചർച്ച ചെയ്യും. അപ്പം നിങ്ങളെ ഫാമിലി വീഡിയോ കാണുന്നുണ്ടാവില്ല, എന്ത് മോശമായിട്ടുള്ള തംബ്നെയിലുകളും എന്ത് മോശമായിട്ടുള്ള സംസാരങ്ങളുമാണ് പല ആൾക്കാരും, പല വ്ളോഗർമാർ തന്നെ ഉണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോസിലൊക്കെ പലപ്പോഴും പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് മാന്യമായി. എന്നോട് പല ആൾക്കാരും, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഐ നോ യു വിൽ അഗ്രി വിത്ത്, ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പറയും. ഒട്ടും മാന്യതയില്ലാണ്ട് കടയെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വായിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ സബ്ജക്റ്റായി മാറാൻ ഒരു ലേശമെങ്കിലും ശ്രദ്ധിക്കാമായിരുന്നു. ലേശം നാണമുണ്ടോയെന്ന് ചോദിക്കാൻ വന്ന്, അത് ചോദിക്കുന്നില്ല. പക്ഷേ കുറച്ചെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കായിരുന്നു. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവെച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കാം. ഇതിലൊരു സന്ദേശമില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ ലൈഫ് വെച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവരൊക്കെ ലൈഫ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സന്ദേശം ഇതിൽ തരാനില്ല. ഇത് സന്ദേശം കണ്ടിട്ട് ആരാ പഠിക്കുന്നത്? മറ്റുള്ള വ്ളോഗേഴ്സോ? അപ്പോൾ മറ്റുള്ള വ്ളോഗേഴ്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ ഒളിച്ചോടിയ കഥയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് വിളമ്പിയിട്ട് അങ്ങനെയൊക്കെ പരിപാടി കാണിച്ചിരുന്നൊരു ടീമുണ്ടല്ലോ. അതുപോലത്തെ ആൾക്കാരുടെയൊക്കെ ജീവിതങ്ങൾ നിങ്ങൾ തന്നെ കാണണമല്ലേ? അവർ കൊടുത്ത സന്ദേശത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഉൾക്കൊണ്ടിട്ടില്ലേ? ഇതിലെന്ത് സന്ദേശമാണ്? സന്ദേശം ഉൾക്കൊള്ളലൊന്നുമില്ല. അനാവശ്യമായിട്ട് ചർച്ചാ വിഷയമാക്കി ഗോസിപ്പിൻ്റെ കോളങ്ങളിൽ നിങ്ങൾ ഇടം പിടിച്ചിരുന്നു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു കുളക്കടവിൽ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ള ആ കുറച്ച് വേദികളിൽ സുജിനും ഭാര്യ ഈ സ്ത്രീൻ്റെയും ചർച്ചാ വിഷയമായി. പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അവിടെ കിടക്കുന്നുള്ളതും നാളെ നിങ്ങളുടെയൊക്കെ കുട്ടികൾ വളർന്നു വലുതായി കഴിഞ്ഞാലും ഇതേ സംഭവം തന്നെ കേൾക്കും. അവർ പോകുന്ന സ്കൂളുകളിൽ ഇപ്പോൾ ആ കുട്ടികൾ ചെറിയ ക്ലാസ്സിലാണ്, കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, കുറച്ചുകൂടി വലിയ കുട്ടികളൊക്കെ ഇല്ലേ, അവരൊക്കെ അടക്കം പറയുന്നതിന് നിങ്ങളുടെ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ജീവിതമാണെന്നുണ്ടെങ്കിലും അതിനൊരു ഭാഗവും അതൊക്കെ ഒഴിവാക്കാൻ ആയിരുന്നു, ഉണ്ടാതിരുന്നാൽ മതിയായിരുന്നു.
അതിനാൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. കണ്ടറിയാം കോശി. കാരണം എന്താ വെച്ചാൽ ദിസ് ഇസ് ദി ബിറ്റർ ട്രൂത്ത് ഓഫ് സോഷ്യൽ മീഡിയ. ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് റവന്യൂ ജനറേറ്റിംഗ് സ്ട്രീംസിൽ അത് ഇതിൻ്റെ ഒരു ഇവരിത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറയാം പൊതുവേ സാധാരണ ഒരു കേസിൽ ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്, ഉറപ്പ് നൽകുന്നു. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചും വിശ്വസിച്ചും കൂടെയുണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ചർച്ചാ വിഷയമാക്കിയെടുത്ത് മറ്റുള്ളവർക്ക് കൂടി നന്ദി പറയുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വേണ്ടത് മാർക്കറ്റിംഗ് ആണ്, മൈലേജാണ്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയാണ്. യൂട്യൂബും ഒരു ബിസിനസ്സാണ്, സോഷ്യൽ മീഡിയ ഒരു ബിസിനസ്സാണ്. അതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തുന്നതാണ്. അതിന് സഹായിച്ച എല്ലാവർക്കും കൂടി നന്ദി രേഖപ്പെടുത്തുക. മുന്നോട്ട് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കാര്യം, പ്രശ്നങ്ങൾ തീർന്നു പോട്ടെ എന്ന് മാത്രമേ ഇതിലൊക്കെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. എന്തായാലും ഒരുപാട് പേര് ഇതിനെ തൊഴുതിട്ടും സന്തോഷിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും തലയിൽ വെള്ളം കോരി ഒഴിച്ചിട്ടൊക്കെ ആഘോഷിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമൻറ്റാണ് ഇഷ മറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഐ ഡിയിൽ നിന്ന്. എന്തെങ്കിലും കാണിക്ക്, ഇവിടെ കത്തിക്കാൻ ഗ്യാസില്ല, ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഇഷ മറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ്. 3640 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. എന്തേലും കാണിക്കും, അവിടെ കത്തിക്കാൻ ഗ്യാസില്ല, ആ സമയത്താണ്. മനസ്സിലായ? ഇതുപോലത്തെ കമൻസ് ഇതുപോലെ ആൾക്കാരുടെ പരിഹാസങ്ങൾക്ക് ഒരു കോണ്ടൻ്റ് ആവാതിരിക്കുക, അതിനിയും ശ്രദ്ധിക്കുക. പിന്നെ അതുകൊണ്ടൊക്കെ മറ്റുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഞാൻ പറയാം നാണം കെട്ടിട്ടും നമുക്ക് വേറെ നേട്ടങ്ങളുണ്ടെങ്കിൽ ഇറ്റ്സ് ബോത്ത് ലൈക്ക് ഇൻവെസ്റ്റിംഗ് അല്ലേ. നിങ്ങളുടെ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോത്താണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്, അങ്ങനെ ചിന്തിക്കാം അല്ലേ. എന്തായാലും പ്രശ്നങ്ങൾ തീർന്നു പോട്ടെ കേട്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, അടിപൊളിയായിട്ട് ജീവിക്കുക. നല്ലൊരു ഫാമിലിയാണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അത് സോഷ്യൽ മീഡിയ തന്നെ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്ന് സ്വന്തം എന്തെങ്കിലും ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ എടുത്തു. അതും ചില്ലറ സംഭവമല്ല. പണ്ടത്തെ സിറ്റുവേഷനിൽ അസൂയ കൊണ്ട് പല ആൾക്കാരും പലതും പറയും. അതൊന്നും പല ആൾക്കാരും പല അസൂയ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും പറയും. അതൊന്നും ഇപ്പോൾ നമ്മൾ ഇവന് മൈൻഡ് ചെയ്യാതെ സംഗതി മുന്നോട്ട് പോവുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.